നമ്മുടെ കേരളത്തിൽ ഏത് ചെറിയ ചായക്കടയിലും കിട്ടുന്ന ഒരു കടിയാണില്ലേ പഴംപൊരി. അപ്പൊ പഴംപൊരിയുടെ ബാറ്റർ പലരും പലതരത്തിലാണ് ഉണ്ടാക്കുക. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല മൊരിഞ്ഞ പഴംപൊരി കിട്ടുന്ന ഒരു ബാറ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബാറ്റർ ആണ്. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ പത്തിരിപ്പൊടി അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ വെള്ളം ഞാൻ അളവ് എത്രയാണെന്നുള്ളത് ലാസ്റ്റ് പറയാം കേട്ടോ. ഇതിലേക്ക് എത്ര കറക്റ്റ് വെള്ളത്തിന്റെ അളവും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ഒരുപാട് കൂടിപ്പോയാൽ ബാറ്ററി ലൂസ് ആവും. അപ്പൊ നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിൽ കറക്റ്റ് രീതിയിൽ പഴംപൊരി കിട്ടില്ല കേട്ടോ. അപ്പൊ പഴംപൊരിയുടെ ബാറ്ററിൽ വെള്ളത്തിന്റെ അളവിന് നല്ലൊരു പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒരു 1/4 കപ്പ് വീതം ആണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മളിത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് വെള്ളമായിട്ട് വരും. അപ്പൊ ബാറ്റർ നമ്മൾ ആദ്യം തന്നെ കുറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഞ്ചസാരയും കൂടെ മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ബാറ്റർ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു 1/4 കപ്പ് വീതം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബാറ്ററിന്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇത്രയും തിക്കായിട്ട് വേണം കേട്ടോ ബാറ്റർ. എന്നിട്ട് നമ്മളിതൊരു 2-3 മിനിറ്റ് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ല സ്പീഡിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് മാവ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അങ്ങനെ ആകുമ്പോഴാണ് പഴംപൊരി പെട്ടെന്ന് തന്നെ വീർത്ത് വരുള്ളൂ. പുള്ളിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറമെ നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു പഴംപൊരി നമുക്ക് ഈ ഒരു ബാറ്ററും കൊണ്ട് റെഡിയാക്കി എടുക്കാം. അപ്പൊ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് 3/4 കപ്പാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അളവിൽ പൊടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം തന്നെ മതിയാവും കേട്ടോ. ഇനിയിപ്പോ പഞ്ചസാരയുടെ അളവ് കൂടോ കുറയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരും കേട്ടോ. അപ്പൊ ആ ഒരു ബാറ്ററിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററിനെ റെഡിയാക്കി എടുത്താൽ മതി. എന്നാലുള്ള നമുക്ക് പഴത്തിൽ ഇതുപോലെ നന്നായിട്ട് മാവ് പിടിക്കുള്ളൂ. ഇനി പഴത്തിന്റെ പീസുകൾ നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ചൂടായിട്ടുള്ള ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ല ചൂടായിട്ടുള്ള ഓയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലുള്ള നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പൊ ഇതുപോലെ ഒന്ന് പൊങ്ങി കഴിഞ്ഞാല് പിന്നെ ചെറുതായിട്ട് ആ ഒരു ഭാഗം കളർ മാറിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ നല്ല 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല മൊരിഞ്ഞ പഴംപൊരിയാണ് കേട്ടോ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കടലമാവൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. അപ്പൊ നിങ്ങൾ ഇനി ഇതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും നല്ല പഴംപൊരിയായിട്ട് കിട്ടും. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.